ഹലോ, അപ്പോൾ നമ്മളിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫൊറോനയുടെ ഓണപ്പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ടാട്ടോ. വളരെ കഷ്ടപ്പെട്ട് എൻ്റെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആൻറ്റിയാണേ. എന്നെ സാരി ഉടുപ്പിച്ച ആൻറ്റി തന്നെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? സുന്ദരിയല്ലേ? അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നമ്മുടെ പരിപാടി നടക്കുന്ന മാറടിപ്പള്ളിയിലെത്തി. അവിടെ വന്ന് കുറച്ച് നേരം എല്ലാവരുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് നേരെ നമ്മൾ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. അവിടെ നമ്മുടെ അച്ഛൻ്റെ പ്രസംഗമായിരുന്നു ആദ്യം. നമ്മുടെ ഫൊറോന ഡയറക്ടറാണ് അച്ഛൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങിയത് തിരുവാതിരയിലായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ തിരുവാതിര കാണാൻ. പിന്നെ നമ്മുടെ മലയാളി മംഗ കേരള ശ്രീമാൻ കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ അനിയത്തി. അവളും കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും പുള്ളിക്കാരി നന്നായിട്ട് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് മംഗമാരുടെയും ശ്രീമാമാരുടെയും ഒരുമിച്ചുള്ള റാമ്പ് വാക്കും കൂടി ഉണ്ട്. അത് കാണാൻ നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അടുത്തായിട്ടുണ്ടായിരുന്നത് മങ്കനെ മങ്കിയാക്കുന്ന പരിപാടി, അതായത് ആണിനെ പെണ്ണാക്കുന്നത്. എന്നിട്ട് അവരുടെ തന്നെ ഫാഷൻ ഷോ. അയ്യോ, ഒരു രക്ഷയില്ലായിരുന്നു. ചിരിച്ച് വയറ് പൊട്ടി. ഇത് ഞങ്ങളുടെ മലയാളി മങ്കയായിരുന്നു. എന്ന് വെച്ചാൽ ആണ് പെണ്ണായ മലയാളി മങ്ക. അപ്പോൾ ഞാൻ അതിൻ്റെ ഫാഷൻ ഷോയുടെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. വേറൊന്നുമല്ല, അത് കുറച്ച് എംബാരസിങ് അല്ലേ. പിന്നെ ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും സൈഡിൽ നിന്നുള്ള ഉറിയടി മത്സരമായിരുന്നു. രണ്ടും നമ്മുടെ ഇടവഴിക്ക് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറേ അധികം മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വടംവലി ഏറ്റവും അവസാനമായിട്ട്. വടംവലി ഒരു രക്ഷയില്ലായിരുന്നു. ഞാനൊക്കെ കൂടിയിട്ടോ ഗേൾസിൻ്റെ സൈഡിൽ നിന്ന്. പക്ഷേ എന്താ പറയുക, അൺഫോർച്ചുനേറ്റ്ലി നമുക്കത്ര ആരോഗ്യമില്ലാത്തതുകൊണ്ട് തോറ്റു. പക്ഷെ ബോയ്സിൻ്റെ സൈഡിൽ നിന്ന് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ആരും വിട്ടുകൊടുക്കുന്ന ടൈപ്പ് ആൾക്കാരല്ലായിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വടമൊക്കെ വലിച്ച് അടിപൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്പിരിറ്റായിരുന്നു കേട്ടോ. അങ്ങനെ വടംവലി മത്സരം എല്ലാം കഴിഞ്ഞ് പിന്നെ സമ്മാനദാനം. അത് യൂഷ്വലായിട്ട് സംഭവിക്കുന്ന കാര്യമാണല്ലോ. അങ്ങനെ എല്ലാത്തിനും സമ്മാനമൊക്കെ കൊടുത്ത് നമ്മുടെ വടംവലി ടീമായ മാറാട് ഇടവയ്ക്ക് സമ്മാനമൊക്കെ കൊടുത്തു. വാഴക്കൊലയായിരുന്നു സമ്മാനം. അത് കഴിഞ്ഞ് പിന്നെ ഓവറോളും അവർക്ക് തന്നെയായിരുന്നു കിട്ടിയത്. അങ്ങനെ അതിൻ്റെ സമ്മാനവും എല്ലാം കൊടുത്ത് പിന്നെ പരിപാടി അങ്ങനെ അവസാനിപ്പിച്ചു. പിന്നെ ഞാൻ നേരെ വീട്ടിൽ ചെന്നപ്പോൾ നമ്മുടെ ഓറിയക്കുട്ടൻ അവനാണെങ്കിൽ എൻ്റെ തലോടലിൽ അങ്ങ് മയങ്ങി എൻ്റെ മടിയിലോട്ട് അങ്ങ് വീണു. പിന്നെ ആള് അവിടെ കിടപ്പായി. പിന്നെ കുറച്ച് നേരം അവൻ്റെ കൂടെ ഒന്ന് കളിച്ചു. എന്നിട്ട് നമ്മുടെ പരിപാടികളെല്ലാം അവസാനിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.